കേരളത്തിൽ അധികം അറിയപ്പെടാത്തതും എന്നങ്ങനെ ഒരുപാട് കാലം പഴക്കമുള്ളതുമായിട്ടുള്ള ഒരു കളരി തറവാടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. ഈ ഒരു കുടുംബത്തിന് 2 കളരികളാണുള്ളത്. അത് ഏകദേശം ഒരു 200-250 മീറ്റർ ദൂരത്തിലായിട്ടാണ് ഈ 2 കളരികളും സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഒരു ദേശത്തിൻ്റെ പേരിലാണ് ഇവരുടെ ഈ ഒരു കളരി സംഘം അല്ല ഈ ഒരു കളരീനെ അറിയപ്പെടുന്നത്. ചെറായി പണിക്കന്മാരെന്നാണ് ഇവരെ പറയുക. അതായത് ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആൾക്കാരാണ് വരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറായി പണിക്കന്മാർ ഈ ഒരു ദേശത്തിൻ്റെ പേരിലാണ് ഈ ഒരു പണിക്കന്മാർ അല്ല ഈ ഒരു കളരി തറവാട്ടിനെ അറിയുന്നത്. അതിൽ ഒരു കളരിയും കളരിനോടനുബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അടുത്ത കാലത്തായിട്ട് ഈ ക്ഷേത്രം ഒന്ന് നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കളരി പഠിപ്പിക്കുന്ന സ്ഥലവും അതേമാതിരി അവരുടെ തറവാടൊക്കെ പണ്ടത്തെ അതേമാതിരി തന്നെ നിലനിൽക്കുന്നത്. പണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് കൊല്ലങ്ങൾ പഴക്കമുള്ള ഒരു കളരിയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ എപ്പോഴോ ഇത് നവീകരിക്കപ്പെട്ടിട്ടുള്ള അതേ രീതിയിലാണ് ഇപ്പോഴും ഈ കളരിയും കളരി തറവാടൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കളരിയിൽ നിന്ന് ഏകദേശം ഒരു 250-300 മീറ്റർ മാറിയിട്ട് മറ്റൊരു കളരിയുണ്ട്. ആ കളരിയാണ് ഈ കാണുന്നത്. ഇത് എവിടെയാണെന്ന് വെച്ചെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിന്ന് പൊന്നാനിക്ക് പോകുമ്പോൾ അതായത് ഗുരുവായൂരിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വന്നേരി നാട് എന്നുണ്ട്. അല്ല വന്നേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വന്നേരിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ചെറായി എന്ന് പറഞ്ഞിട്ടുള്ള ദേശമുള്ളത്. അവിടെയാണ് ഈ 2 കളരികളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ തറവാട്ടിൻ്റെ പേരിലാണ് ഈ ദേശം തന്നെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഈ ഒരു കുടുംബക്കാരെ ചെറായി പണിക്കന്മാരെന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് നമ്മൾ തച്ചോളി ഓതേനൻ്റെ കഥകൾ കേട്ടിട്ടുണ്ടാവും. അല്ല തച്ചോളി തറവാടും തച്ചോളി കഥകളൊക്കെ വടക്കമ്പാട്ടിലാണ് അങ്ങനത്തെ കഥകൾ വരുന്നത്. അതൊക്കെ ഏകദേശം വടകര കണ്ണൂർ ആ ഭാഗത്താണ് ആ തറവാടും കളരികളൊക്കെ ഉള്ളത്. അന്നത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള അഭ്യാസിയായിരുന്ന തച്ചോളി ഒതേനൻ ഈ തറവാട്ടിനെ പറ്റി കേൾക്കുകയും ഈ തറവാട്ടിലെ കളരി അഭ്യാസത്തെ പറ്റി കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപരിപഠനത്തിനായിട്ട് കളരി പഠിക്കാൻ ഈ ഒരു തറവാട്ടിൽ വന്നതായിട്ടും ഇവിടുത്തെ പഴമക്കാർ പറയപ്പെടുന്നു. ഈ ഒരു കളരിയും കളരി പരിസരങ്ങളും ഏകദേശം നൂറ്റാണ്ടുകളുടെ പഴക്കം തന്നെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ അടുത്ത കാലത്തായിട്ട് ഏകദേശം ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുന്നെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ ക്ഷേത്രവും കളരിയും കൊണ്ട് നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ വലിയ 2 പാമ്പുംകാവുകളുണ്ട്. അതിലെ ഒരു പാമ്പുംകാവാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പാമ്പുംകാവുകളിലും പരിസരത്തും വളരെ പഴക്കം ചെന്ന മരങ്ങളും വളരെ വണ്ണം കൂടിയ വള്ളികളുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ കളരികളിൽ ഒരുപാട് വാളും പരിചയും മറ്റുള്ള ആയോധന കലകൾക്ക് ആവശ്യമുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഒരു സമയത്ത് കേരളത്തിൽ വന്ന നിയമപ്രകാരം ഈ ആയുധങ്ങളെല്ലാം സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ആയുധങ്ങളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തതായിട്ട് അറിയപ്പെടുന്നു. അതിനെ തുടർന്ന് നിശ്ചലമായ കളരിയും കളരി ക്ലാസ്സുകളും ഇപ്പോൾ അടുത്ത കാലത്തായി വീണ്ടും തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ഒരു തറവാട്ടുകാർ. ഇന്നിപ്പോൾ ഏകദേശം 30ഓളം കുട്ടികൾ, അതിൽ പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ടുള്ള ചെറിയ കുട്ടികൾക്കാണ് ഇപ്പോൾ ഇവിടെ കളരി ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. പണ്ട് സാമൂതിരി രാജാവിൻ്റെ പടത്തലവന്മാരായി അറിയപ്പെട്ടിരുന്ന ഈ തറവാട്ടിലെ അംഗങ്ങൾ, അതായത് ഇപ്പോഴത്തെ തലമുറ തറവാടിൻ്റെ പരിസരങ്ങളിലും കൂടാതെ മറ്റു വലിയൊരു വിഭാഗം ഇന്ത്യക്കകത്തും ഇന്ത്യക്കും പുറത്തുമായി ജോലിയും മറ്റും കാര്യങ്ങളുമായി താമസിച്ചു പോരുന്നു. ഇവിടുത്തെ ക്ഷേത്ര വിശ്വാസ പ്രകാരം ശിവനും പാർവതിയും അത് പരദേവതാ സങ്കല്പത്തിലാണ് ഈ ഒരു ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. കൂടാതെ കുരുക്കളശൻ, കളരി പരദേവത, ചാത്തന്മാർ, ഗണപതി അങ്ങനെ മറ്റ് ഉപദൈവങ്ങളും ഈ ഒരു കളരിയോടനുബന്ധിച്ച് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വളരെ മനോഹരമായി കാണപ്പെടുന്ന മറ്റൊരു സർപ്പക്കാവാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോഴും സർപ്പങ്ങൾ കുടികൊള്ളുന്നുണ്ട്. ഇപ്പോഴും പൊതുവെ ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ സർപ്പങ്ങളെ കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വളരെ ഭദ്രമായാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വലിയ മരങ്ങളും വലിയ വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും വളരെ മനോഹരമായി തന്നെ ഈ കുടുംബക്കാർ സംരക്ഷിച്ചു പോരുന്നു. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ക്ഷേത്ര രൂപത്തിലല്ല, ഇവിടെ മച്ചിൻ്റെ രൂപത്തിലാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. നമുക്കറിയാം മറ്റ് വീടുകളുടെ അകത്താണ് ശരിക്കും മച്ച് എന്ന് പറഞ്ഞ സങ്കല്പം. പൊതുവെ വലിയ തറവാടുകളുടെയും വീടുകളുടെയൊക്കെ അകത്താണ് മച്ച് എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഉള്ളത്. പണ്ട് കാലത്ത് ഈ ഒരു കളരി ക്ഷേത്രം ഈ കളരിയോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു തറവാടുണ്ടായിരുന്നതായും ആ തറവാട് പിന്നീട് ക്ഷയിച്ച് നശിച്ചു പോവുകയും അതിൻ്റെ ഭാഗമായി അതിനകത്തുണ്ടായിരുന്ന മച്ച് ഇന്നത്തെ രൂപത്തിൽ നവീകരിക്കപ്പെട്ട് ആരാധനയും പ്രാർത്ഥനയും പൂജയും മറ്റും നടത്തി പോരുന്നത്. ഈ കളരി ക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ കുന്നംകുളത്ത് നിന്നോ ഗുരുവായൂരിൽ നിന്നോ ആൽത്തറ പുത്തമ്പള്ളി വഴി പോകുന്ന ബസ്സിൽ കയറി
വന്നേരി അല്ലെങ്കിൽ മാവുംചോട് ഇറങ്ങിയിട്ട് ഏകദേശം 1 കിലോമീറ്റർ പടിഞ്ഞാട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു കളരിയും ക്ഷേത്രപരിസരങ്ങൾക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും നന്ദി, നമസ്കാരം.